എൻ്റെ ഒരു സുഹൃത്തുണ്ട്, UP സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ആളാണ്. കുറേ കാലത്തിന് ശേഷം അവനെ ദുബായിൽ വെച്ചിട്ട് കണ്ടു. അപ്പോൾ അവനൊരു ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് കുറേ നേരം സംസാരിച്ച സമയത്ത് അവൻ പറഞ്ഞു, അവൻ്റെ വാപ്പ ഗൾഫിൽ പോകുന്നത് അവന് 4 വയസ്സുള്ളപ്പോഴാണ്. പിന്നെ വാപ്പ ലീവിന് വരുന്നത് അവന് സ്കൂളിൽ ചേർന്ന സമയത്താണ്. 1 മാസം നിന്ന് വാപ്പ പോയി. പിന്നെ 4-ാം ക്ലാസ്സിൽ, 6-ാം ക്ലാസ്സിൽ, 9-ാം ക്ലാസ്സിൽ, പ്രീ ഡിഗ്രി, ഈ ക്ലാസ്സുകളിലൊക്കെ എത്തിയപ്പോൾ സമയത്ത് ഓരോ മാസങ്ങളിൽ മാത്രമാണ് അവൻ്റെ വാപ്പയെ കാണുന്നത്. അവൻ ഡിഗ്രി കഴിയുന്ന സമയത്ത് വാപ്പ വന്നു. വാപ്പ വന്ന സമയത്ത് അവനുള്ള വിസ ഉണ്ടായിരുന്നു. അങ്ങനെ വാപ്പ പ്രവാസം നിർത്തി മകനെ പ്രവാസത്തിലേക്ക് തിരിച്ചയച്ചു. ജീവിതത്തിൽ വാപ്പയെ കണ്ടത് ഏതാനും മാസങ്ങൾ മാത്രം. എന്നിട്ട് അവൻ്റെ ഉമ്മയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തന്നു. പാതിരാവുകളിൽ വാപ്പയുടെ കത്തുകൾ വായിച്ചിരിക്കുന്ന ഉമ്മയെക്കുറിച്ച്. വായിച്ച കത്ത് തന്നെ പിന്നെയും പിന്നെയും വായിക്കുകയാണ്. ഉറങ്ങാതെ പ്രിയപ്പെട്ടവൻ്റെ കത്തുകൾ ഇങ്ങനെ വായിച്ചിരിക്കുന്ന എത്ര ഉമ്മമാരാണ്. ഇനി എന്നാണ് നീ വരാനിരിക്കുന്നത്? മോഹങ്ങളുടെ ഞരമ്പുകൾ മുഴുവനും ക്ഷയിച്ചു. ഓർമ്മയുടെ കണ്ണുകൾ തുറക്കാനാകുമ്പോഴൊക്കെ ഞാൻ നിന്നെ മാത്രം കാണാൻ കൊതിച്ചു. നിന്നെ മാത്രം. തൊട്ടിലിട്ടാട്ടിയ അരുമ സ്വപ്നങ്ങൾക്ക് എന്നെയൊന്നെത്തി നോക്കാൻ മടി. ജീവിതം ഒന്ന് പകുക്കുക പോലും ചെയ്യാതെ കാൽക്കീഴിൽ നേദിച്ച എൻ്റെ കിനാവിനും കാണേണ്ട എന്നെ. ഒരു സാന്ത്വനം, ഒരു തലോടൽ വേണ്ട. അരികിലൊരിത്തിരി നേരം തേഞ്ഞു നിറം കെട്ടൊരീ തലയിണയ്ക്കും വേനലും വർഷവും താണ്ടിയൊരീ മരക്കട്ടിലിനും കൂടി എന്നെ വെറുത്തിട്ടേ നീ വരുള്ളൂ. കാത്തിരിപ്പിൻ്റെയും സങ്കടങ്ങളുടെയും ഓർമ്മകളുടെയും സ്വപ്നങ്ങളുടെയും ഒക്കെ ചുരുക്കെഴുത്തിൻ്റെ പേരാണ് പ്രവാസം. അത് മനുഷ്യസഹജം എന്ന് പറഞ്ഞാൽ പോരാ, ജന്തുസഹജമാണ്. സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. ഗൂഡല്ലൂരിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് വരുമ്പോൾ വഴിക്കടവ് എത്തുന്നതിന് മുമ്പാണ് നാടുകാണിയുള്ളത്. ആ നാടുകാണിയിൽ ഇളവെയിലിൽ ഇപ്പോൾ ഒരു തുമ്പിയെ കാണാം. ആ തുമ്പിക്ക് നമ്മൾ വിളിക്കുന്ന പേര് തുലാത്തുമ്പികൾ എന്നാണ്. ഗ്ലോബൽ സ്കിമ്മേഴ്സ് എന്നും വിളിക്കപ്പെടും. അവരെവിടുന്നാണ് വരുന്നതെന്നറിയോ? കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നാണ് വരുന്നത്. കിഴക്കൻ ആഫ്രിക്കയിൽ നാടുകാണിയിലേക്ക്. സാൽവൻ മത്സ്യങ്ങൾ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്ത് നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. കോഴിക്കോട്ടെ ഒരു കടപ്പുറത്തേക്ക് അതിലേറെ മൈലുകൾ താണ്ടി വരുന്ന കടലാമകളുണ്ട്. എന്തിനാ വരുന്നതെന്നറിയോ? മുട്ടയിട്ട് അത് വിരിയുന്നത് വരെ കാത്തിരിക്കുകയാണ്. ആ കടലാമകൾ ജനിച്ചതും അതേ കടപ്പുറത്താണ്. ആ ജന്മം കൊണ്ട ഇടത്തെ തേടി അവർ പിന്നെയും പറന്നു വരും. സമുദ്രസഞ്ചാരമാണ്. ആര്യബാഡ എന്നാണ് അതിൻ്റെ പേര്. സമുദ്രസഞ്ചാരമാണ്. മൈലുകൾ താണ്ടി എത്രയോ ദൂരം താണ്ടിയിട്ട് ലോകത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കടലാമകൾ, തുമ്പികൾ, പൂമ്പാറ്റകൾ, മനുഷ്യർ. ഇവിടെ എത്തുമ്പോഴുള്ളൊരു സ്നേഹത്തിൻ്റെ ഒരു വലിയ ആകാശമുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, നമ്മുടെ അത്ര അടുപ്പൊന്നുമില്ലാത്ത കുടുംബങ്ങളും ഇവിടെ എത്തുമ്പോൾ ഭയങ്കര അടുപ്പായിരുന്നു അല്ലേ? എന്തൊരടുപ്പാണ്? ചോദിച്ചറിഞ്ഞു വരും. എനിക്കറിയാം, ഞാൻ ഖത്തറിൽ വരുമ്പോഴൊക്കെയും
എന്നെ തെരഞ്ഞു വരുന്ന ഒരാളുണ്ട്. അതെൻ്റെ പ്രിയപ്പെട്ടവളുടെ കുടുംബത്തിലെ ഒരാളാണ്. അവളും അവളുടെ ഭർത്താവുമാണ്. അവളുടെ ഉമ്മയുടെ കസിൻ്റെ പേരക്കുട്ടിയാണ്. നാട്ടിൽ നമ്മൾ കാണാറേ ഇല്ല. ഇവിടെ എത്തിയെന്നറിഞ്ഞാൽ അവൾ വരും. എന്താണെന്നറിയാം നിങ്ങൾ, നമ്മുടെ ആളാണ് എന്നുള്ള ഒരു ബോധമാണത്. അപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്ന അധികം ആളുകളും പരസ്പരം അറിയൂലേ? അറിയാം, പറഞ്ഞാലെങ്കിലും അറിയാം. ഇന്നാളുടെ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവും നമുക്ക് പരിചയമുള്ള ആളാ. നമ്മൾ, അതാണ്. അതൊരു ചെറിയ വേർഡല്ല. നമ്മുടെ ഭരണഘടന പോലും ആരംഭിക്കുന്നത് അങ്ങനെയാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾ. ഈ നമ്മൾ എന്ന ഒരു ബോധമുണ്ടല്ലോ, അതാണ് മനുഷ്യനെ ഇങ്ങനെ വളരെ ആനന്ദത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്ന്. എപ്പോഴാണോ ഞങ്ങളും നിങ്ങളും ഒക്കെ ആവുന്നത്, അവിടെ നമ്മുടെ സമാധാനം ഇല്ലാതെ. ജാതി, മതം, രാഷ്ട്രീയം ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളുണ്ടാക്കുന്ന ഈ മതിലുകളുണ്ടല്ലോ, ആ മതിലുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ആനന്ദങ്ങളെ കെടുത്തിക്കളയുന്ന മതിലുകളാണ്. അപ്പം എല്ലാ മതിലുകളുടെ അപ്പുറത്ത് നമ്മളിങ്ങനെ ഒരു വസന്തം തീർക്കണം. ഇപ്പോൾ കുറേ രാജ്യങ്ങളുടെ ബോർഡറുകളൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണല്ലോ അല്ലേ? ഖത്തറിലേക്കുള്ള ആ ബോർഡറുകളിലെല്ലാം, അടഞ്ഞു കിടക്കുന്ന ബോർഡറുകളിൽ വസന്തത്തിൻ്റെ ഇലകൾ തളിർക്കണം. അവിടെയാണ് സമാധാനം ഉണ്ടാവുക. ആ അടച്ചിട്ട ബോർഡറുകളുണ്ടല്ലോ, അതിൽ വസന്തത്തിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ ഇങ്ങനെ വിരിയണം. അതാണ് സമാധാനം. മതിലുകളല്ല സമാധാനം, പാലങ്ങളാണ് സമാധാനം. മനുഷ്യരുടെ മനസ്സിൽ നിന്ന് മറ്റുള്ള മനുഷ്യരിലേക്ക് ഇങ്ങനെ പടർന്നു കിടക്കുന്ന ആ സ്നേഹത്തിൻ്റെ പാലം.